യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. സന്തോഷമായും സമാധാനത്തോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കുക. 3 കാര്യങ്ങളിലാണ് ദൈവം സന്തോഷിക്കുന്നത്. പ്രധാനമായും ആ 3 കാര്യങ്ങളാണ് ഇന്ന് ശനിയാഴ്ച ദിവസം കേൾക്കുന്നത്. 3 കാര്യങ്ങളുണ്ടായാൽ നമ്മളെ ഓർത്ത് സ്വർഗം, ദൈവം സന്തോഷിക്കും. നമ്മളിത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ചിന്തിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് പറയാം, വചനവും പ്രാർത്ഥനയും മുറിവേറ്റ ഹൃദയത്തിന് ദൈവത്തിൻ്റെ മരുന്നും ദൈവത്തിൻ്റെ സൗഖ്യവുമാണ്. വചനവും പ്രാർത്ഥനയും മുറിവേറ്റ ഹൃദയത്തിന് ദൈവത്തിൻ്റെ മരുന്നും ദൈവത്തിൻ്റെ സൗഖ്യവുമാണ്. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ദൈവം നൽകുന്ന മരുന്നാണ്, ദൈവത്തിൻ്റെ മരുന്നാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സൗഖ്യമാണ്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാ അർത്ഥത്തിലും ഈ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ. സന്തോഷത്തോടെ വചനം കേൾക്കാൻ ഇടവരട്ടെ. നിങ്ങളിലൂടെ ഒരുപാട് പേർ ദൈവവചനം കേൾക്കാൻ ഇടവരട്ടെ. പരസ്പരം കൈമാറുന്ന സമ്മാനമാണ് ഓരോ ദിവസത്തെയും വചനം. ഓരോ ദിവസത്തിലൂടെയും ആ വചനത്തിലൂടെയുള്ള ദൈവാനുഗ്രഹം. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ തലമുറകളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, സകലരെയും ഞങ്ങൾ ഓർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പുതിയ വഴികൾ തുറക്കാൻ ഇടവരട്ടെ. പുതിയ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വചനം കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. ദൈവത്തിൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു. ഏതൊക്കെയാണ്? 1, അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. 1-ാമത്തെ കാര്യം, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, ഒരുമിച്ചുള്ള സന്തോഷത്തോടെയുള്ള യോജിപ്പുള്ളൊരു ഹൃദയം, അത് ദൈവത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. കുടുംബത്തിൽ യോജിപ്പുണ്ടോ? തമ്മിൽ സ്നേഹമുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തെ അത് സന്തോഷിപ്പിക്കും. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കുറവുള്ളതാണ് യോജിപ്പ്. ഒരു വീട്ടിൽ ജനിച്ച് ജീവിച്ച് വളരുന്നവരാണെങ്കിലും കുറ്റപ്പെടുത്തുന്നു, നീ കാരണമാ, ഞാൻ കാരണമാ, വീട്ടിൽ യുദ്ധം, വീട്ടിൽ വഴക്ക്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം? സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, പിണക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ, വഴക്കുകൾ, അകലങ്ങളൊക്കെ കുറയണം, മാറണം. അതൊന്ന് പ്രാർത്ഥിക്കുകയാണ്. യോജിപ്പ്. 2, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. അയൽക്കാർ തമ്മിൽ ആരുമായിട്ട് ചേരത്തില്ല, എല്ലാവരും തമ്മിൽ ശത്രുക്കളാണ്, എല്ലാവരും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. ശരിയാവില്ല. ഇതെല്ലാം ദൈവം പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. വീട്ടിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. നമ്മുടെ അയൽക്കാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ അയൽവക്കങ്ങളിലുള്ളവർ വചനം കേൾക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ഒന്നും ആണോ അല്ലയോ നമുക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള എൻ്റെ കൺവട്ടത്തിൽ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ 4 വശത്തേക്കും ഒന്ന് നോക്കിയാൽ
എത്ര വീടുകൾ കാണാൻ കഴിയും? അതെല്ലാം എൻ്റെ അയൽവക്കമാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവരെല്ലാം ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിച്ച്. എൻ്റെ അയൽവക്കത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രായമായവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, അടുത്ത കാലത്ത് മരണം നടന്ന വീടുണ്ട്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച്. അയൽക്കാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകണം. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ അയൽവക്കങ്ങളിൽ എല്ലാം ഒരു സ്വസ്ഥത, ഒരു കൂട്ടായ്മ എല്ലാം ഉണ്ടാകട്ടെ. 2, ദൈവത്തിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, പരസ്പരമുള്ള സ്നേഹം, പരസ്പരമുള്ള മനസ്സിലാക്കൽ. ഇവ 3 ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കും. ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിലുള്ള എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം അത് വേണം. 2, അയൽവക്കങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, ലയം, കൂട്ടായ്മ. ഇവ 3 ബൈബിളിൻ്റെ പ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഈ 3 കാര്യത്തിലും വേദനിക്കുന്നവരെ, വിഷമിക്കുന്നവരെ ഒന്നും കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. സാഹചര്യങ്ങൾ നിങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കുടുംബത്തിനകത്തെ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്? നിങ്ങളുടെ വീടും അയൽക്കാരും തമ്മിലുള്ള ആ പ്രതിസന്ധികളിലെ സാഹചര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ പ്രതിസന്ധിയുടെ സാഹചര്യം നിങ്ങൾക്കറിയാം. നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, താഴ്ത്തിക്കെട്ടുകയല്ല. നമുക്ക് വിശുദ്ധരായി മാറാനൊന്നും കഴിഞ്ഞില്ലേലും വിശുദ്ധരാകാൻ ശ്രമിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര സംഭവമൊന്നും ആകാൻ പറ്റിയില്ലേലും നമുക്കിതിനു വേണ്ടിയൊക്കെ ശ്രമിക്കാൻ പറ്റും, ആഗ്രഹിക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ടോ? അയ്യോ ഞങ്ങളെ ഓർത്ത് ദൈവം ശിക്ഷിക്കുമോ? അങ്ങനൊന്നും പറയാനല്ല. നിങ്ങൾക്ക് തക്കതായ ചില കാരണങ്ങളുണ്ടാകും. പിണങ്ങാനും അകൽന്നിരിക്കാനും പ്രശ്നം ഉണ്ടാകാനും പറയാനും ഒക്കെ തക്കതായ കാരണം. ഉള്ളിൻ്റെ ഉള്ളിലൊന്നും ശത്രുതയോ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അന്നേരത്തെ ഒരു തോന്നലങ്ങ് പറഞ്ഞു, ആ ഒരു വിഷമത്തിലങ്ങ് പറഞ്ഞു പോയി, അത് വലിയ പിണക്കമായി. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളിങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അവർ നശിക്കണം, ഇവർ നശിക്കണം, അവർ തകർന്നു പോകണം, ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷവും ഐശ്വര്യവും കൂട്ടായ്മയും സ്നേഹവും വർദ്ധിപ്പിക്കണമേ. എല്ലാം മാറി വന്നോളും. ക്ഷമിക്കാൻ, അതായത് ഇപ്പം ഞാൻ ഒരാളോട് തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അത് 5 വയസ്സുള്ള ഒരാളോടാന്നിരിക്കട്ടെ. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ആ വ്യക്തിയോട് ചെയ്തത് തെറ്റാണ്. പക്ഷെ ആൾക്ക് 5 വയസ്സേ ഉള്ളൂ, അല്ല 10 വയസ്സേ ഉള്ളൂ, അല്ല 15 വയസ്സേ ഉള്ളൂ. 10 വയസ്സേ ഉള്ളതിലും തെറ്റാണ് ചെയ്തതെങ്കിൽ, ആ വ്യക്തിയോട് ചെയ്തതെങ്കിൽ ക്ഷമ ചോദിക്കണം. ഓക്കെ, തെറ്റിപ്പറ്റുക, നേരത്തെ ഒരു ചിന്ത കൊണ്ട് പറഞ്ഞു പോയതാ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നവരോടൊക്കെയും ക്ഷമിക്കാൻ കഴിയട്ടെ. ദൈവസ്നേഹത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അയൽവക്കം, വീട്ടിലുള്ള എല്ലാവരും തമ്മിലുള്ള യോജിപ്പ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലയം. 3 കാര്യത്തിലും പ്രതിസന്ധി അനുഭവിക്കുന്നവർ കാണും. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിക്കുന്നവർ കാണും, 2 കാര്യത്തിൽ വിഷമിക്കുന്നവർ കാണും. വിഷമിക്കാനൊന്നുമല്ല, നമുക്ക് പതുക്കെ പതുക്കെ നേടിയെടുക്കാൻ പറ്റും. പതുക്കെ പതുക്കെ മാറും. കാര്യങ്ങൾ തെളിഞ്ഞു വരും. വിഷമിക്കൊന്നും വേണ്ട. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവായിരിക്കും. അല്പസമയം എടുത്തിട്ടാണെങ്കിലും, കുറച്ച് കാലം എടുത്തിട്ടാണെങ്കിലും സാധിക്കുന്നത് പോലെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ ഇടവരട്ടെ. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം നന്നായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അല്പം കൂടുതൽ സമയം വചനമൊക്കെ പറഞ്ഞു, ശരിയാണ്. ആ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1, 2, 5 മിനിറ്റ് കൂടിയാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഒരു വചനത്തിലൂടെ പ്രാർത്ഥിച്ചൊന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ.
ഐശ്വര്യമുണ്ടാകട്ടെ. താമസിക്കാൻ നല്ല ഭവനം, ആരോഗ്യമുള്ള ശരീരം, മനസ്സമാധാനം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ 3 വചനത്തിലൂടെ 3 കാര്യങ്ങൾ. സഹോദരന്മാർ എല്ലാം തമ്മിലുള്ള യോജിപ്പുണ്ടാകട്ടെ. അയൽവക്കങ്ങളിൽ നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ. ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു നല്ല കൂട്ടായ്മയുണ്ടാകട്ടെ. ലയം, സ്നേഹം ഉണ്ടാകട്ടെ. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. ഒരു ദോഷവും വരികയില്ല. ആരെയും താഴ്ത്താനോ ആരെയും വേദനിപ്പിക്കാനോ അല്ല. ഒരുപക്ഷെ ഇതൊക്കെ ഒരു വലിയ മരുന്നായി മാറും, സൗഖ്യമായി മാറും, ടേണിംഗ് പോയിൻ്റായി മാറും, വഴിത്തിരിവിന് കാരണമാവും. ദൈവം അനുഗ്രഹിച്ചോളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. നാളെയും 5:30 ഞായറാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണ് അറിയാം. എങ്കിലും 5:30 നാളെ ഒരുമിച്ച് നമുക്ക് പറ്റും പോലെ കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.